പ്രൈവറ്റ് ബസ്സിൽ തന്നെ സ്ഥിരമായിട്ട് പൊക്കോണ്ടിരുന്നതാണ് ഞാൻ ഇടയ്ക്ക് കുറച്ചു കാലം. അപ്പം ഓരോരോ പ്രശ്നങ്ങൾ കാരണം പാർട്ടിയിൽ നിന്ന് ഓരോരുത്തർ വിളിച്ച് പറഞ്ഞ് വണ്ടി ഇപ്പൊ തരുന്നില്ല, വണ്ടി പോകുന്നില്ല. ഇപ്പൊ വല്ലപ്പോഴും ഒരിക്കൽ ഇന്ന് ഒരു ദിവസം ലീവ് കിട്ടി, ഇനി ചിലപ്പോൾ ഇനി ഒരാഴ്ച കാണൂല. അങ്ങനെയാണ് ഡ്യൂട്ടി കിട്ടുന്നത്. എന്നുവെച്ചാൽ ഒരു വണ്ടി തരുമ്പോഴത്തേക്ക് പിന്നെ ആ വണ്ടിയെ വെഹിക്കിള് പോലീസൊക്കെ കൊണ്ട് പിടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും, ഞാൻ ഓടുന്ന വണ്ടി മാത്രം. അപ്പൊ അങ്ങനെ ടൈമിന്റെ കാര്യം ചിലപ്പോൾ അങ്ങനെ ഒരു 5 ചെക്ക് റിപ്പോർട്ട് ആകുമ്പോൾ ആ വണ്ടിയുടെ ടെസ്റ്റിന് പാസ്സാവാനൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മുതലാളിമാർ ഇപ്പൊ തരുന്നില്ല ഒന്നാമത്തെ ദിവസം. കാരണം പഴയ മേയറിന്റെയും പാർട്ടിയുടെയും കേസ് ഇതാണ്. നമ്മളിപ്പം ആളറിഞ്ഞൂടാതെ അന്ന് പറ്റിപ്പോയതും അതുമല്ലാതെ തെറ്റ് കണ്ട് പറഞ്ഞു, അത്ര തന്നെ. അതില് ഇപ്പൊ ഇത്രയും മാത്രം ശിക്ഷയാണ്. ഈ ഭരണം വന്നു, കോർപ്പറേഷൻ ഭരണം മാത്രമേ ഉള്ളൂ, സംസ്ഥാനം ഭരിക്കുന്നത് അവരെ തന്നെയല്ല. സർക്കാർ KSRTC 10,000 രൂപ തരുന്നുമില്ല, 10,000 രൂപ ബോണ്ട് കെട്ടിവെച്ചാൽ അത് തരുന്നുമില്ല, പറഞ്ഞു വിടുന്നുമില്ല, തിരിച്ച് ജോലി തരുന്നുമില്ല. അപ്പൊ ഇവര് ഓഫർ ചെയ്യുന്നെങ്കിൽ പോവും. അങ്ങോട്ട് ചെന്ന് ചോദിക്കാമെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ മടിക്കുന്നത്. എന്തെങ്കിലും ഒരു കേസിന്റെ ഒരു തീരുമാനം എത്തട്ടെന്ന് വിചാരിച്ചു. ഈ വരുന്ന 21-ാം തീയതിയാണ് കേസ് വിളിച്ചേക്കുന്നത്, മൊഴി കൊടുക്കാനും മറ്റേ മേയറിന് നോട്ടീസ് കൊടുത്ത് അവരുടെ അടുത്ത് വരാനും പറഞ്ഞിട്ടുണ്ട്, പഴയ മേയർ. അപ്പോൾ അത് കഴിഞ്ഞാലേ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഒരു ജോലിക്ക് കാരണമെങ്കിലും കേസും കാര്യങ്ങളുമായിട്ട് ഇടന്നു കഴിഞ്ഞാൽ ജോലിക്ക് കറക്റ്റ് പോകാതെ കേസിന് പോകാൻ പറ്റുമോ? ഇതും ഇല്ലാതെ ആവില്ലേ? പുതിയ കേസ് പഴയ മേയർക്കെതിരെ പുതിയ കേസ് കൊടുത്തിട്ടുണ്ട്. 5 പ്രതി എന്നുള്ള 6 പ്രതിയാക്കിയിട്ടുണ്ട്, കണ്ടക്ടറിനെയും കൂടെ പ്രതിയാക്കി. ആ കേസ് ഏത് നിലയിലെന്ന് വെച്ചാൽ 21-ാം തീയതി ആകുമ്പോഴേ അറിയാവുള്ളൂ ഏത് നിലയിൽ എത്തുമെന്നുള്ളത്. ഇപ്പൊ ഏത് നിലയിലെത്തിയെന്ന് വെച്ചാൽ പഴയ പോലെ തന്നെ. എന്റെ കേസിന് ഒരു അന്വേഷണമില്ല, അവരെ കേസെല്ലാം അന്വേഷണവും എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇനി എന്റെ പേരിൽ കുറ്റം ചുമത്തില്ല മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്, ബാക്കിയെല്ലാം റെഡിയായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മോന്റെ കാര്യത്തിൽ അന്ന് അവര് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളുമാണ്. എന്റെ മോനെ എന്തോ ചെയ്ത് കളയുന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഭീഷണിയൊന്നുമില്ല, പക്ഷെ എന്നാലും സോൾവിങ്ങിനും ആരും എങ്ങോട്ട് വന്ന് കോംപ്രമൈസിനും വരുന്നില്ല, ഭീഷണിയും ഇല്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇല്ല, ഇതുവരെയ്ക്കും ഇല്ല. ഈ പോലീസ് MVD ഒക്കെ വെച്ചുള്ള ഭീഷണി മാത്രമേ ഉള്ളൂ. ജോലി ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിട്ടേ. അതായത് ജോലി ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും? സാമ്പത്തികം മുടങ്ങും, കുട്ടിയുടെ പഠിത്തം മുടങ്ങും, പിന്നെ നമ്മുടെ കേസ് നടത്തുന്ന മുമ്പോട്ട് കൊണ്ടുപോകുന്നതും മുടങ്ങും. ഇപ്പോൾ പുതിയ കോർപ്പറേഷൻ പരിധിയിലുള്ള പുതിയ മേയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറേ ആൾക്കാർ പറയുന്നത് ജോലിക്ക് വിളിക്കും എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് ഇപ്പം നമ്മുടെ സാഹചര്യവും കുടുംബ സാഹചര്യവും കുഞ്ഞിനെ നോക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ആട്ടോ തൊട്ട് എല്ലാ വണ്ടിയും ഞാൻ ഓടിക്കും. ആട്ടോ, കാറ്, ബൈക്ക്, സ്കൂട്ടർ, ബസ്, ലോറി, ഇതെല്ലാം ഓടിക്കും. ഏത് ജോലി കോർപ്പറേഷനിൽ വേക്കൻസി ഉണ്ടെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ്. അങ്ങനെ ഒരു വേക്കൻസി വരണമെങ്കിൽ ഞാൻ പോകും. നേരെ കണ്ട് ഒരു അപേക്ഷ കൊടുക്കുകയും അല്ലെങ്കിൽ BJPയുടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിനെ കണ്ട് ഒരു അപേക്ഷ കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടിലാണ്, എന്നെ ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. കോടതി കേസിന് തന്നെ ഇവർ ഓരോ തരത്തിൽ എൻ്റെ കേസ് വലിച്ചു നീട്ടുകയാണ്. ഇപ്പം 2.5 വർഷക്കാലമായി ജോലിയില്ലാതെ. അപ്പോൾ ഓരോ ലീവ് വേക്കൻസിയിലും പിന്നെ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും മാത്രം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം അതിനെതിരെ അത് വച്ച ഒരു നോട്ടീസല്ല, ഒരു അപേക്ഷ, നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരു ജോലി തരണം എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുക്കും. ഇപ്പോൾ ഉള്ള മേയറിനും DV രാജേശ്വരനും പിന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്താണ്, അപ്പോൾ ആർക്കും കൊടുക്കും, ഒരു പരാതി കൊടുക്കും. ഇങ്ങനെയാണ് എന്നെ ബുദ്ധിമുട്ടിച്ച അത്രയും മാത്രം ഉണ്ട് ഇവർ. അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് BJP ഒരു സപ്പോർട്ടാണെന്ന് കാണുമ്പം ഇലക്ഷനിൽ ഇവർ കുറേയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആളുകൾ വോട്ടിട്ട് ജയിപ്പിച്ചത്. പാവപ്പെട്ടവരെ കൂടെ എന്ന് കാണുമ്പോൾ അടുത്ത ഇലക്ഷനും പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അറിയാം എന്താണ് ഏതാണെന്നുള്ള അറിയാൻ പറ്റും. അത് കഴിയുമ്പോൾ പറയാം ജോലി തരുമോ ഇല്ലേ. പല ആൾക്കാരും ഡ്രൈവറാണെന്ന് എന്ന് കയറുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, അല്ലാതെ ഞാൻ ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ജോലി വേണമെന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തു.
അപ്പം ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് ഇപ്പൊ പ്രൈവറ്റ് ബസ്സാണ്, ഇപ്പൊ പറഞ്ഞില്ല അവസ്ഥ ഇതാണ്. വണ്ടി ഓടുമ്പോൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് ഞാൻ ഓടുന്ന വണ്ടി തന്നെ പിടുത്തവും കാര്യങ്ങളുമാണ്. അത് മോട്ടോർ വെഹിക്കിളും ഉണ്ട്, ഇവിടെ ട്രാഫിക്കുകാരുണ്ട്, ചില ആൾക്കാർ ചൊറിച്ചിലുണ്ട്. വണ്ടി ഓടിച്ച് പോകുമ്പോൾ കൊണ്ടുവന്ന് ചീത്ത വിളിയും ബഹളമൊക്കെയാണ്. അപ്പൊ ഈ വിഷയം നടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് പറയാനും പറ്റില്ല. പക്ഷെ പൊതുവേ അവ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒരു രീതിയിലും നമ്മളെ വണ്ടി ഓടി ജീവിക്കാൻ സമ്മതിക്കൂല എന്നാണ് അവര് പാർട്ടിക്കാരെല്ലാരും കൂടെ തീരുമാനിച്ചിരിക്കുന്നത്.